പുരോഹിതർ ആത്മീയതയുടെ പാത വിട്ട് തട്ടിപ്പിന്റെ പാതയിലേക്ക് കടന്നാൽ എന്തു ചെയ്യും? ആഡംബര ജീവിതം നയിക്കാൻ ഒരു പുരോഹിതൻ വഞ്ചിച്ചത് നിരവധി പേരെയാണ്. MBBS സീറ്റ് വാഗ്ദാനം നൽകിയായിരുന്നു ലക്ഷങ്ങളുടെ തട്ടിപ്പ്. പത്തനംതിട്ട സ്വദേശി ഫാദർ ജേക്കബ് തോമസിനെ തൃശൂർ വെസ്റ്റ് പോലീസ് പിടികൂടി. സംസ്ഥാനത്തിനകത്തും പുറത്തും ഇയാൾക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട്. തമിഴ്നാട്ടിലെ വെല്ലൂർ CMC മെഡിക്കൽ കോളേജിൽ 2022 വർഷത്തിൽ MBBSന് സ്റ്റാഫ് കോട്ടയിൽ സീറ്റ് നൽകാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച കേരളത്തിലും പുറത്തുമുള്ള രക്ഷിതാക്കളിൽ നിന്നും കോടികൾ തട്ടി എന്നതാണ് കേസ്. തട്ടിപ്പ് സംഘത്തിലെ പ്രധാന പ്രതിയായ ഫാദർ ജേക്കബ് തോമസിനെ തൃശൂർ വെസ്റ്റ് പോലീസ് ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് പിടികൂടിയത്. ഇയാൾ മലേഷ്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് കസ്റ്റഡിയിലാവുന്നത്. ജേക്കബ് തോമസിനെതിരെ തൃശൂർ വെസ്റ്റ്, അങ്കമാലി, കൊരട്ടി, പാല, പന്തളം, അടൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലും നാഗ്പൂരിലും കേസുണ്ട്. ബീഹാർ, ഹരിയാന, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ കുടുംബത്തോടൊപ്പം മാറി മാറി താമസിച്ചു വരികയായിരുന്നു ഇയാൾ. പത്തനംതിട്ട കൂടൽ സ്വദേശിയാണ്. കന്യാകുമാരി തക്കലയിൽ താമസിച്ചിരുന്ന സമയത്താണ് കേരളത്തിലെ ഒട്ടുമിക്ക തട്ടിപ്പുകളും ഇയാൾ നടത്തിയത്. സുവിശേഷ പ്രവർത്തകനായിരുന്ന ഇയാൾ ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നത്. CMC മെഡിക്കൽ കോളേജുമായും ആംഗ്ലിക്കൻ ബിഷപ്പുമായും അടുത്ത ബന്ധമുള്ള ആളെന്ന് വിശ്വസിപ്പിച്ചാണ് രക്ഷിതാക്കളെ വലയിലാക്കിയിരുന്നത്. 60 ലക്ഷം മുതൽ 80 ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ടവരാണ് രക്ഷിതാക്കളിൽ പലരും. പാസ്റ്റർ പോൾ ഗ്ലാഡ്സൺ, പാസ്റ്റർമാരായ വിജയകുമാർ, അനു സാമുവൽ എന്നിവരെയും ജേക്കബ് തോമസിന്റെ മകൻ റൈനാഡിനെയും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കൃത്യത്തിന് ശേഷം പല സംസ്ഥാനങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ജേക്കബ് തോമസിനെ തിരയുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലാവുന്നതും. ഇയാൾക്കെതിരെ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. തൃശൂർ വെസ്റ്റ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ജേക്കബ് തോമസിന് തൃശൂർ CJM കോടതിയുടെ അറസ്റ്റ് വാറന്റ് ഉണ്ട്. പ്രതിയെ തൃശൂർ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തൃശൂർ വെസ്റ്റ് CI ലാൽകുമാറിന്റെ നേതൃത്വത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. റിപ്പോർട്ടർ, തൃശൂർ.